ബിഗ് ബോസ് ഹൗസിൽ നിലവിൽ 15 മത്സരാർത്ഥികളാണുള്ളത്. 9 സ്ത്രീ മത്സരാർത്ഥികളും 6 പുരുഷന്മാരും. 6 പുരുഷന്മാർ എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ആഴ്ച പുറത്തു പോകാനായിട്ട് ചാൻസ് ഇല്ലാത്ത ആളുകൾ തന്നെയാണ്. അതിൽ 9 സ്ത്രീ മത്സരാർത്ഥികളിൽ ഒരാൾ ഈ ആഴ്ച പുറത്തു പോകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അത് ശ്രീരേഖയായിരിക്കും. ഇനി ഒന്നിൽ കൂടുതൽ പേര് അവർ പുറത്താക്കിയാൽ മാത്രം അവിടെ ശരണ്യക്ക് ഒരു ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരാളെ മാത്രം പുറത്താക്കിക്കൊണ്ട് ശരണ്യയെ സേവ് ചെയ്യാനുള്ള ചാൻസും അവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഈ 9 പേരിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ ബാക്കി 8 സ്ത്രീ മത്സരാർത്ഥികൾ അവിടെയുണ്ട്. ഈ 8 സ്ത്രീ മത്സരാർത്ഥികളിൽ ആരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്, ആർക്കാണ് വോട്ട് കൂടുതൽ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആര് എന്നുള്ള ചോദ്യത്തിന് 2 പേരായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് മത്സരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒന്ന് അൻസിബയും 2 ജാസ്മിനുമായിരിക്കും. ഇവരിൽ ആരാണ് മുൻപന്തിയിൽ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിട്ടൊരു കമ്മ്യൂണിറ്റി പോളിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അൻസിബയ്ക്കാണ് ജാസ്മിനേക്കാൾ കൂടുതൽ ഫാൻ സപ്പോർട്ട് എന്നാണ്. അൻസിബയ്ക്ക് അവിടെ 49% വോട്ടിംഗ് നടന്നിട്ടുണ്ട്. അവിടെ ജാസ്മിന് വന്നിട്ടുള്ളത് 36% പക്ഷെ ഞാൻ മറ്റൊരു പോള് കണ്ടിരുന്നു. ഏകദേശം 5 ലക്ഷത്തോളം പേര് വോട്ട് ചെയ്ത ഒരു പോള്. അതിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഫാൻ സപ്പോർട്ട് നിലനിൽക്കുന്നത് ജിൻഡോയ്ക്കാണെന്നുണ്ടെങ്കിൽ 2ാം സ്ഥാനം നിലനിർത്തിയത് അവിടെ ജാസ്മിനായിരുന്നു. അപ്പൊ ആ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 2 ആരെന്ന ചോദ്യത്തിന് ജിൻഡോയും 2 ജാസ്മിനുമാണെന്ന് പറയേണ്ടി വരും. പക്ഷേ എന്റെ മനസ്സിൽ ഇപ്പോഴും അതൊരു കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അവിടെ ജാസ്മിനാണോ അൻസിബയ്ക്കാണോ ഫാൻ സപ്പോർട്ട് കൂടുതൽ എന്നുള്ള കാര്യം. അൻസിബ എന്ന് പറയുന്ന മത്സരാർത്ഥി നമുക്ക് പ്രത്യക്ഷത്തിൽ അവിടെ ഒരു ഗെയിമും കളിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലാണ് കൂടുതലായി തോന്നുക. അവിടെ ടാസ്കുകൾ വന്നു കഴിഞ്ഞാൽ ഒട്ടും തന്നെ നന്നായിട്ട് ചെയ്യാത്തൊരു മത്സരാർത്ഥിയാണ്. ഗെയിംസുകൾ നന്നായി ചെയ്യാത്തൊരു മത്സരാർത്ഥിയാണ് അൻസിബ. പിന്നെ അവിടെ സംസാരിച്ച് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നല്ല കഴിവുണ്ട് അൻസിബയ്ക്ക് എന്നുള്ളത് ഒരു പോയിന്റാണ്. അതുപോലെ തന്നെ സംസാരത്തിലൂടെ ഗെയിം ട്വിസ്റ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു മത്സരാർത്ഥിയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഗെയിംസും ടാസ്കുകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ ഗെയിമിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയേണ്ടി വരും അൻസിബയെ കുറിച്ച്. അൻസിബയ്ക്ക് പിന്നെ സ്വന്തം ക്യാരക്ടർ വെച്ച് നിലനിന്നുകൊണ്ട് ഇത്രയും ദിവസം ആ ഒരു ക്യാരക്ടർ പിടിച്ചു നിർത്തിക്കൊണ്ട് ഒരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പ്രേക്ഷകർക്കിടയിൽ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അൻസിബ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസമായിട്ടും അവിടെ നിന്ന് പിടിച്ചു നിൽക്കുന്നതും ഇപ്പോഴും പ്രേക്ഷക സപ്പോർട്ട് ഇത്ര അധികം അൻസിബയ്ക്ക് കിട്ടുന്നതും എന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ ജാസ്മിന് മുകളിലാണോ എന്നൊരു ചോദ്യം എന്നെ ഇപ്പോഴും കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യമാണ്. ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിച്ചത് ഗബ്രി വിഷയമാണ്. ഗബ്രി വിഷയവും പിന്നെ അതുപോലെ തന്നെ ആൾക്കാരുടെ അടുത്ത് ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു കാര്യവും. അതിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ഗബ്രി വിഷയം തന്നെയായിരിക്കും നെഗറ്റീവ് അടിച്ച ഒരു കാര്യത്തിൽ. ഇപ്പോൾ ഗബ്രി പുറത്തു പോയതിനു ശേഷം ജാസ്മിന് കുറച്ചും കൂടി ഫാൻസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പഴയ ജാസ്മിനായിട്ട് ജാസ്മിന് ഇനിയും ബാക്കി ദിവസങ്ങൾ ഉണ്ട്, 1 മാസത്തോളമുണ്ട്. ഈ 1 മാസത്തോളം ജാസ്മിനെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ജിൻഡോയും ജാസ്മിനും തന്നെയായിരിക്കും ഫൈനൽ 2 എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും അൻസിബയുടെ ഫാൻസും ജാസ്മിന്റെ ഫാൻസും തമ്മിൽ ഒരു ഫൈറ്റ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാൻ നമുക്ക്. അൻസിബയ്ക്കാണോ ജാസ്മിനാണോ കൂടുതൽ ഫാൻ സപ്പോർട്ട് എന്നുള്ള കാര്യത്തിൽ. എന്തായാലും അൻസിബ തുടർന്നുള്ള ദിവസങ്ങളിൽ ഫൈനലിസ്റ്റ് ആയിട്ട് അവിടെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അൻസിബയ്ക്ക് ഒരുപാട് ഫാൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അതിൽ കൂടുതൽ ജിൻഡോ സപ്പോർട്ടേഴ്സാണ് അൻസിബയ്ക്ക് വോട്ട് ചെയ്തിരുന്നത്. പക്ഷേ ജിൻഡോയെ ഒരുപാട് തവണ ഇപ്പൊ അൻസിബ തള്ളി പറയുന്ന ഒരു സീൻ കണ്ടതുകൊണ്ട് ജിൻഡോ സപ്പോർട്ടേഴ്സ് ഇപ്പൊ അൻസിബയ്ക്ക് വോട്ട് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്. പക്ഷേ ഇവിടെ അൻസിബയാണോ ജാസ്മിനാണോ മുന്നിൽ എന്നുള്ളത് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും.